പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആനിമലു വാർത്താവലോകന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ കുമാർ കുറുക്കന്മല. ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹത്തിലേക്ക് വാർത്തകളും വിശേഷങ്ങളും എത്തിക്കുന്നതിനായി എന്നും ആവേശത്തോടെ പ്രയത്നിച്ചിട്ടുള്ള മലയാളി പത്രം മാറുന്ന കാലത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വാർത്തയുടെ വിശേഷങ്ങളുടെ പുതിയൊരു ജാലകം തുറക്കുകയാണ് നാലാമൻ മീഡിയ എന്ന നമ്മുടെ സ്വന്തം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ. ഓരോ ആഴ്ചയിലെയും കേരളത്തിൽ നിന്നുള്ളതും ലോകമെമ്പാടുമുള്ളതുമായ പ്രധാന വാർത്തകളുടെ അവലോകനം ആനിമല്ലു എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരുടെ പ്രോത്സാഹനവും പിന്തുണയും മാത്രമാണ് എന്നും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയുടെ ഊർജ്ജം. തുടർന്നും ആ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. നമസ്കാരം. വല്ലവനും കുറ്റം ചെയ്ത കേസിന് 14 ദിവസം ജയിലിൽ പോയി കിടന്ന ശ്രീ രാഹുൽ ഈശ്വറിനു വേണ്ടി ഒരു നിമിഷം മൗനമാചരിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ഈ ആഴ്ച പുതിയ പീഡന കേസുകളൊന്നും വരാത്തതിനാലാവണം ശ്രീ മാങ്കൂട്ടത്തിൽ ഒളിവിൽ നിന്നും ചെറുതായി പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജഡ്ജി അമ്മവൻ കോവിലിൽ കാണാതായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്നും ശത്രുസംഹാരത്തിനായി 2 ആചാരവെടി പൊട്ടിച്ചെന്നും റിപ്പോർട്ടുണ്ട്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിഗംഭീരമായി നടന്നു. തിരഞ്ഞെടുപ്പിനോടൊപ്പം പോറ്റിയെ കേറ്റിയെ എന്ന ഗാനവും സൂപ്പർ ഹിറ്റായി. പ്രസ്തുത ഗാനത്തിന്റെ കോപ്പിറൈറ്റ് ചോദിച്ചുകൊണ്ട് ഒരു രാജാവും വരാത്തതുകൊണ്ട് ഇതുവരെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഈ പാരഡി ഗാനത്തിനെതിരെ ചിലർ കേസ് കൊടുത്തിട്ടുള്ളത് വലിയ കോമഡിയായി വന്നു ഭവിച്ചിട്ടുണ്ട്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റല്ല അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505 UDF നേടിയപ്പോൾ LDFന് വെറും 341 ഒതുങ്ങേണ്ടി വന്നു എന്നത് അതിന്റെ ഉദാഹരണമാണ്. മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെല്ലാം UDF മുന്നിട്ട് നിന്നു. ജില്ലാ പഞ്ചായത്തുകൾ മാത്രം ഇരുകക്ഷികളും തുല്യത പാലിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ കക്ഷിയായ BJP വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. പ്രധാനമായും തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചത് BJPക്ക് വലിയ നേട്ടമായി. CPMന്റെ സ്ഥിരം നാക്കുപിഴ മണിയാശാന് ഇത്തവണയും പണികിട്ടി. നാട്ടുകാർ പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങി തിന്നിട്ട് നന്ദികേട് കാണിച്ചുവെന്ന മണ്ടത്തരം വിളിച്ചു പറഞ്ഞതിൽ പരക്കെ പ്രതിഷേധമുണ്ടായി. തുടർന്ന് പാർട്ടിയും നാട്ടുകാരും ഇടപെട്ടതോടെ അദ്ദേഹം പ്രസ്താവന തിരുത്തി. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാനെന്നാണ് സഖാവ് ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് വരാം. എട്ട് വർഷം മുമ്പ് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു പ്രമാദമായ കേസിന്റെ വിധി പറഞ്ഞ ആഴ്ച കൂടിയാണ് കടന്നുപോയത്. നീണ്ട 8 വർഷങ്ങളുടെ അന്വേഷണങ്ങളും വിചാരണകളും വിവാദങ്ങൾക്കും ശേഷം കേസിൽ ക്രൈമിൽ നേരിട്ടിടപെട്ട പൾസർ സുനിയടക്കമുള്ള 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും കോടതി ചുമത്തി. കേസിലെ പ്രധാന ചർച്ചാവിഷയങ്ങളിലൊന്നായിരുന്ന കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു എന്ന വാർത്തയും നിരവധി ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വിധിയിൽ തൃപ്തയല്ലെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നുമുള്ള അതിജീവതയുടെ വാക്കുകളും സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കോടതി വിചാരണയുടെ ഏതാണ്ട് 1700 പേജുകളുള്ള വിധിപ്പകർപ്പ് പുറത്തുവന്നു. ആ പേജുകൾ മുഴുവനും ഒന്നൊന്നായി വായിച്ചു പഠിക്കുന്ന തിരക്കിലാണ് മാധ്യമങ്ങൾ. എന്നാൽ അതിനൊന്നും കാത്തുനിൽക്കാതെ ചില പാപ്പരാസി മീഡിയകൾ ഓരോ പേജും ഓരോ എപ്പിസോഡുകളായി ഇറക്കാൻ മത്സരിച്ച് ഓടുകയാണ് കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് വായിച്ചു മനസ്സിലാകാൻ പാടായതുകൊണ്ട് മറ്റു ചില ഓൺലൈൻ ചങ്ങാതിമാർ അവർക്ക് മനസ്സിലായ പോലെയൊക്കെ ഓരോന്ന് പടച്ചുവിടുന്ന കാഴ്ചയും കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാള സിനിമയിലും പൊതുസമൂഹത്തിലും ഒട്ടേറെ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും കാരണമായ ഈ കേസിൽ പൂർണ്ണമായും നീതി പുലരുമെന്ന് വിശ്വസിക്കാം. നമസ്കാരം. രാജ്യത്തെ തന്നെ ഭീതിയിലാഴ്ത്തിയ ഒരു ദുഃഖകരമായ വാർത്തയാണ് പറയാനുള്ളത്. ഡിസംബർ 14-ന് സിഡ്നിയിലെ വിഖ്യാതമായ ബോണ്ടായി ബീച്ചിൽ നടന്ന വെടിവയ്പ് രാജ്യത്തെ നടുക്കി. ഹനുക്ക ആഘോഷങ്ങൾക്കിടെ നടന്ന ഈ ആക്രമണത്തിൽ അക്രമികളിൽ ഒരാളടക്കം 16 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതൊരു ഭീകരാക്രമണമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂ ഇയർ, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ജനങ്ങളിൽ ഈ വാർത്ത വലിയ ഭയം നിറച്ചിട്ടുണ്ട്.
രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയമാണ് മുന്നിലുള്ളത്. ഇനി അവസാനമായി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ സിനിമാ വിശേഷങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അതിനായി നമുക്ക് മങ്കീഷ് മനോഹരനെ സ്വാഗതം ചെയ്യാം. ഈ ആഴ്ചത്തെ സിനിമാ വർത്തമാനങ്ങളിലേക്ക് സ്വാഗതം. കുര്യച്ചൻ എവിടെ? കുര്യച്ചനെ എന്തുപറ്റി? കുര്യച്ചനെ മ്ലാത്തിച്ചേട്ടത്തി തട്ടിയോ? എന്നീ ചോദ്യങ്ങളുമായി കറങ്ങിത്തിരിഞ്ഞ ഒരു സിനിമാ മാസത്തിനാണ് ഈയിടെ മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത്. ബാഹുൽ രമേശ് എഴുതി ദിഞ്ജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ എന്ന ചിത്രത്തിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സംവിധായകന്റെ കഴിഞ്ഞ ചിത്രത്തിലും നമ്മുടെ കൂട്ടത്തിലെ ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുറച്ച് സെലിബ്രിറ്റികളായ കുരങ്ങന്മാരാണ് അതിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. എക്കോയുടെ റൈറ്ററായ ബാഹുലിന്റെ ഒരു വെബ് സീരീസിലും നമ്മുടെ പ്രിയപ്പെട്ട ചില നായകൾ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ എക്കോയിലേക്കെത്തിയപ്പോൾ അവർ മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്നു എന്നു പറയപ്പെടുന്ന ചില പ്രത്യേക ഇനം നായകളെ ഉപയോഗിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കാട്ടിൽ അവിചാരിതമായ സാഹചര്യത്തിൽ ചില നായകൾ പഴങ്ങളൊക്കെ പറിച്ച് കുട്ടയിലാക്കി കൊണ്ടുപോകുന്നത് കണ്ടതായി നമ്മുടെ റിപ്പോർട്ടർമാർ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ചിത്രം വളരെ നല്ല റിപ്പോർട്ട് കൂടി മുന്നേറ്റം തുടരുന്നു. വിനായകൻ നായകനായും മമ്മൂട്ടി വില്ലനായും എത്തിയ കളങ്കാവലം മികച്ച അഭിപ്രായവും കളക്ഷനും നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി ഇതാദ്യമായല്ല വില്ലൻ വേഷം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ചെറിയ കാലയളവിൽ തന്നെ അദ്ദേഹം ഭ്രമയുഗം, പുഴു എന്നീ ചിത്രങ്ങളിലും നെഗറ്റീവ് ഇമേജുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇനി നമ്മുടെ മേജർ നായകന്മാരൊക്കെ പതിയെ വില്ലൻ വേഷങ്ങളിലേക്ക് തിരിയുമോ എന്ന് കണ്ടറിയാം. കഴിഞ്ഞ 2 മാസം മുന്നേ ഇറങ്ങി ഹിറ്റായ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പേരൊക്കെ ഇട്ടിട്ട് കേവലം 2 പൂച്ചേനെയും 4 പട്ടീനെയും മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന് വനസംരക്ഷണ വകുപ്പിന്റെ പ്രസിഡന്റ് ശ്രീ ജിറാഫുദ്ദീൻ അവർകൾ പറഞ്ഞു. വലിയ കോലാഹലങ്ങളോടെ ഈ ആഴ്ച റിലീസായ മറ്റൊരു പ്രധാന ചിത്രമായിരുന്നു ദിലീപ് നായകനായ ഭബഭ. റിലീസിന് മുൻപ് പുറത്തിറങ്ങിയ സിനിമയിലെ ലിറിക്കൽ വീഡിയോ വരികൾ കേട്ടിട്ട് കൈരളിയിൽ ഏതോ ഡബ്ബ് പടത്തിന് ലിറിക്സ് എഴുതുന്ന ആളെ പിടിച്ചെഴുതിപ്പിച്ചതാണോ എന്ന സംശയവും പ്രേക്ഷകർ പങ്കുവച്ചിരുന്നു. എന്തായാലും സിനിമ തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണം മാത്രമാണ് നേടുന്നത്. വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ നിവിൻ പോളി നായകനായ സർവം മായ വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. മലയാള സിനിമയ്ക്ക് നിരവധി മികച്ച ചിത്രങ്ങൾ നൽകിയ ഒരു വർഷം കൂടെ കടന്നുപോകുകയാണ്. വരും വർഷത്തിലും മികച്ച ചിത്രങ്ങൾ ഉണ്ടാവട്ടെയെന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. ഈ ആഴ്ചത്തെ ആനിമൽ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വാർത്താവലോകനവുമായി അടുത്തയാഴ്ച വീണ്ടും കാണും വരെ. OC. Oy, oy, oy.